അശോകേട്ടാ, ഹാർട്ടി വെൽക്കം. ഞങ്ങളുടെ ഈ കുഞ്ഞടുക്കളയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുഞ്ഞടുക്കളയിലാണ് നല്ല ഭക്ഷണം ഉണ്ടാകുന്നത്. അയ്യോ, ഗംഭീരമായിട്ട് ഉണ്ടാക്കാമെന്ന് പറയുന്ന സാധനങ്ങൾ പലപ്പോഴും നന്നാവണമെന്നില്ല അല്ലേ? അതെ. ഇപ്പം ഒന്ന് നോക്കുകയാണ്, എങ്ങനെയൊന്നും അറിയില്ല, എനിക്കറിയാവുന്നവരൊക്കെ ചെയ്യാന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ അതാണ് നന്നാവും. അത്രേ ഉള്ളൂ. എനിക്ക് അറിയാവുന്ന എന്റെ യൂണിവേഴ്സിറ്റി ആയ എന്റെ അടുക്കളയിൽ പഠിച്ച സാധനം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് അശോകേട്ട അത് കഴിക്കുമ്പോൾ കുറ്റം ഒരുപാട് പറയല്ലേ, എല്ലാം നല്ലതാന്ന് പറഞ്ഞാൽ അല്ല, കുറ്റങ്ങൾ എല്ലാത്തിനും ഒക്കെ ഉണ്ടാവും. ആ സത്യം എന്നും പറഞ്ഞു ഏത് പ്രശ്നത്തിനും കുറ്റം എന്റെ ദൈവമേ നോക്കി പറയുമ്പോ മനുഷ്യന്റെ ചങ്ക് ഇങ്ങനെ പടപടപടപടാ ഇരിക്കുന്നുണ്ട്. അതെനിക്കൊരു വിശ്വാസമുണ്ട് ആനിയില്. അശോകേട്ടാ, ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെയൊക്കെ നമ്മുടെ എന്താ പറയുക, ഒരു ലെജൻഡ് ആയിരുന്നു പത്മരാജൻ സാറ്. ശരിക്കും അല്ലേ? അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. പക്ഷെ വിത്ത് ഓൾ റെസ്പെക്ട്സ്, അദ്ദേഹം എങ്ങനെ അശോകേട്ടനെ കണ്ടെത്തിയതും എങ്ങനെ ആ ഒരു തമ്മിൽ കാണാനുണ്ടായ സാഹചര്യം, അശോകേട്ടനെ ഫിലിമിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ ആ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു? അത് ആക്സിഡന്റലി വന്നതാണ് ശരിക്കും പറഞ്ഞു. ഞാൻ സിനിമയിൽ ഇങ്ങനെ വരണമെന്നൊക്കെ പണ്ടുപോലെ ആഗ്രഹിച്ച് പാട്ട് പാടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അത് മനസ്സിൽ കിടന്ന ആഗ്രഹത. സിനിമയെല്ലാം കാണുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈ ഫസ്റ്റ് പടം പത്മരാജൻ്റെ പെരുവഴിയമ്പലം എന്ന നോവൽ ചലച്ചിത്രമാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് അഭിനയിക്കാൻ ഇങ്ങനെ ആവശ്യം ഉണ്ട്. 15 മിനിറ്റിന് ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ പരസ്യം കണ്ട് അങ്ങനെ അയച്ചതാണ്. അങ്ങനെ വന്നു. അതങ്ങനെ ആ ഫോട്ടോ അയച്ചിട്ട് അതിൽ നിന്ന് അങ്ങനെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചതാണ്. ഓ, അത് ശരി. അപ്പം അശോകേട്ടന്റെ ഉള്ളിലെ പാട്ടല്ലായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പം ഈ സിനിമയിൽ കയറാനുള്ള ഒരു ചാൻസ്, സിനിമയിൽ പാടാനുള്ള ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണോ ഇത് അയച്ചത്, അതോ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെ? എനിക്ക് ഈ അഭിനയമായിട്ടും യാതൊരു ബന്ധവും എനിക്കില്ല സത്യത്തിൽ. അപ്പൊ പിന്നെ അയച്ചതോ? അതങ്ങ് അയച്ചു. ദൈവവിധി കിടക്കുക. അത് എന്റെ ബ്രദറാണെന്ന് താല്പര്യം കാണിച്ചു. ഉള്ളി ഇങ്ങനെ പറഞ്ഞു, അത് കുഴപ്പമില്ല, അയക്കാം, ചുമ്മാ ഒരു രസം, കിട്ടട്ടെ, ഇവരൊക്കെ ഒന്ന് കളിയാക്കാം എന്ന് പറഞ്ഞത് തമാശയായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ രൂപത്തിനൊന്നും ഒരിക്കലും കിട്ടാൻ വഴിയില്ല. ഞാൻ പറഞ്ഞ സുന്ദരന്മാരെ പിള്ളേർ വേറെ കിടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കിട്ടത്തില്ല. ചുമ്മാ എന്നാ കിടക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങ് അയച്ചു. പക്ഷെ അവർക്ക് അങ്ങനെ രൂപം ആയിരുന്നു ആവശ്യം. അങ്ങനെ രൂപം അശോകയുടെ സുന്ദരനല്ലായിരുന്നോ? എന്നതായി പറയുന്നത്? ഇല്ല, ഞാൻ സുന്ദരനല്ല. പക്ഷെ അന്ന് അങ്ങനെയുള്ള ആ ഒരു രൂപം, ആ ഒരു കോലം എന്ന് വേണം പറയാം. സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, ആ സിനിമ കണ്ടാ അറിയാം. പക്ഷെ അന്ന് പറഞ്ഞാല് ഞാൻ സ്വയം മലപ്പുറം കളിയാക്കുന്നല്ല. പക്ഷെ അങ്ങനെ ഒരു അന്നത്തെ ആ ഒരു എന്താണ് എൻ്റെ ഒരു സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടറിന് ആപ്റ്റായിരുന്നു. അത് പെരുവഴിമ്പലം നോവൽ മാതൃഭൂമി വന്നതാണ്. അപ്പൊ ആ നോവലിനകത്തിരിക്കും അത് സിനിമയ്ക്കൊക്കെ മുമ്പ് വന്നതാണ്. 11 ലക്ഷം മറ്റേ ഉള്ളത്. അത് വന്നപ്പോൾ തന്നെ അതിനകത്ത് ആ രൂപം നോക്കുമ്പോൾ പലരും പറഞ്ഞു, ഇത് ഈ വരച്ചിരിക്കുന്നതൊക്കെ കറക്റ്റാണ് ഈ ആളെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കറക്റ്റായി, ആ രൂപത്തിലൊക്കെ വെച്ച് കറക്റ്റായി നമ്മൾ തന്നെ എടുത്തു. ശരിക്കും ആരാ വിളിക്കുന്നത്? അശോകേട്ടനെ ആരാ വിളിച്ചത് ഇന്ന പോലെ ചെയ്യാൻ വാന്ന് പറഞ്ഞിട്ട്? അതോ ഓഡീഷന് ഇന്നത്തെ പോലെ ഓഡീഷൻ വിളിക്കും? ഓഡീഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആണോ? അത് തിരുവനന്തപുരത്തുള്ള നികുഞ്ചം ഹോട്ടലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അന്നത്തെ നികുഞ്ചം, ഇന്നതില്ല. ഓക്കെ, ആരെയാ വിളിച്ചു പറഞ്ഞു ഇന്നടുത്ത് വരണോന്നൊക്കെ പറയുമല്ലോ? അത് എന്റെ പ്രൊഡ്യൂസർ കറിയാച്ചൻ ചേർന്ന പ്രേംപ്രകാശ്, പ്രശസ്ത നടൻ ജോസ് പ്രകാശിന്റെ പ്രേംപ്രകാശാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ തന്നെ ഈ അഡ്രസ്സിലാണ് ഈ കത്ത് മറ്റേ ഫോട്ടോസൊക്കെ അയക്കുന്നത്. അപ്പൊ അതിന് മറുപടി ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു. ചേട്ടനോട് ആദ്യം ഒന്ന് പറഞ്ഞേ ഇങ്ങനെ സെലക്ട് ആയി എന്നുള്ളത്? അല്ല, സെലക്ട് ആകുന്ന ഇതിപ്പോ ഇന്റർവ്യൂവിന് വരുന്നതാണ്. ഇന്റർവ്യൂ സെലക്ട് ആയോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല, ഒന്നും അറിയില്ല. ഒരു പ്രൊഡ്യൂസറുടെ കത്ത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സംഭവം ആരാ കൊണ്ട് തരികയും പറയുകയൊക്കെ ചെയ്യും. അതെനിക്ക് കൃത്യം ഓർമ്മയില്ല. ബൈ പോസ്റ്റാണ്, അന്ന് പോസ്റ്റേ ഉള്ളല്ലോ. എനിക്ക് എങ്ങനെ അത് ആര് കൊണ്ട് തന്നു എന്ന് എനിക്ക് ഓർമ്മയില്ലത്. അതെ, അത് കണ്ടു എന്നുള്ളേ ഉള്ളൂ. ഞാനത് വന്നത് അയ്യോ എന്നൊരു അത് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമാ പ്രൊഡ്യൂസറുടെ കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന് വലിയ കാര്യം വന്നു. ശരിയാ, നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന പോലെയാണ്. അത് മാത്രമല്ല, ജോസ് അദ്ദേഹത്തിന്റെ വലിയൊരു ആർട്ടിസ്റ്റ്, വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടർ, അദ്ദേഹത്തിന്റെ അനിയൻ, പുള്ളിയെ അറിയാൻ കേട്ടൊരു സിനിമ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ നമ്മൾ സിനിമയുടെ എല്ലാവരും കാണുകയാണ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അന്നൊരു ഒരു പ്ലെയിൻ കവറിനകത്താണ് കത്ത് വരും. അങ്ങനെ നേരെ ഒരു ഷോക്കായി. വീട്ടിലെല്ലാവരോടും പറഞ്ഞില്ലേ എല്ലാവർക്കും അറിയാം. സിനിമയിൽ നമുക്ക് ഈ പാട്ട് പാടുന്നോണ്ട് സിനിമയോട് അല്ലല്ലോ എല്ലാവർക്കും. എല്ലാവർക്കും ഒരു ഹരവാചേട്ടാ, ഇന്ന് ഉൾപ്പെടെ ഇനി ഏത് ജനറേഷൻ, എല്ലാ ജനറേഷനുകളാണ്. അപ്പൊ അന്നത്തെ സിനിമകളെല്ലാം ഞാൻ കാണും. പാട്ടൊക്കെ ഇറങ്ങാതെ പാട്ട് കാണാൻ പഠിക്കുക, ഇതൊക്കെ നമ്മളത്തെ ജോലി തന്നെ. മറ്റേ ചലച്ചിത്ര ഗാനങ്ങൾ, രഞ്ജിനി, നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ
അപ്പൊ ചേട്ടൻ കുഞ്ഞാളെ വല്ല പാട്ട് പഠിച്ചോ? ഞാൻ അതിന് മുമ്പ് കുറച്ച് പാട്ട് പഠിച്ച. ചേട്ടന്റെ പാട്ടൊക്കെ എന്ത് രസാന്നറിയോ കേൾക്കാൻ. അത് ശരിക്കും ചേട്ടൻ അത് എനിക്ക് തോന്നുന്നു അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു സിംഗർ ആയിരുന്നു. നല്ല പാട്ടുകാരുടെ പാട്ട് കേൾക്കാഞ്ഞോണ്ടാ. ഒന്നുമല്ല ഉള്ള സത്യം പറയാം. ഇന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു ദാസേട്ടനെ വെച്ച് കമ്പയർ അങ്ങനെയല്ല ഞാൻ പറയാം. ഞാൻ പറഞ്ഞ മറ്റു പാട്ടുകാരുടെയൊക്കെ എല്ലാവരുടെയും കാര്യം പറഞ്ഞേക്കാം. നമ്മളെ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ലേ പറഞ്ഞു.